പള്ളിച്ചട്ടമ്പി ഡയറക്റ്റഡ് ബൈ ഡിജോ ജോസ് ആന്റണി. നമ്മുടെ ടൊവിനോ തോമസിന്റെ ഏറ്റവും പുതിയ വിഷു റിലീസാണ് പടം. ബേസിക്കലി എനിക്ക് ഈ പടം ഉണ്ടല്ലോ, ഇത് കുറച്ച് ക്രിഞ്ച് ചട്ടമ്പി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എവിടെയും ഒരു കണക്ഷനോ ഒന്നും കിട്ടുന്നില്ല. പിന്നെ കംപ്ലീറ്റ്ലി പ്രെഡിക്റ്റബിൾ ആണ്. എവിടേക്കാണ് ഈ പടം പോകുന്നത്, ഇതിന്റെ സെറ്റപ്പ് എന്താണ് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാം. പടം തുടങ്ങി കുറച്ചങ്ങ് മുന്നോട്ട് പോകുമ്പോൾ തന്നെ കഥ എങ്ങോട്ട് സഞ്ചരിക്കുന്നു എന്നുള്ളത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പൊ ഏകദേശം ഈ കൈൻഡ് ഓഫ് സെറ്റപ്പിൽ വരുന്ന പടങ്ങളൊക്കെ നമുക്ക് പ്രിഡിക്റ്റബിൾ ആയിരിക്കും. പക്ഷേ ഇതിന് മുന്നേ വന്നു പോയിട്ടുള്ള കുറേ സിനിമകളുണ്ട്. അതിൽ പെടുന്ന അതിലൊരെണ്ണം അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ട് മാറി നിൽക്കുന്ന ഒരു സിനിമയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും ഇതിനകത്തില്ല. അങ്ങനത്തെ ഒരു പടമായിട്ടാണ് എനിക്ക് ഈ പടത്തിന് തോന്നിയത്. മാത്രമല്ല, ഒരു 10-20 വർഷങ്ങൾക്ക് മുന്നേയൊക്കെ ഇതുപോലത്തെ എന്താ പറയുക, ഇതുപോലത്തെ സെറ്റപ്പിലുള്ള ഇതുപോലത്തെ കഥകളിൽ വരുന്ന മമ്മൂക്കേന്റെ ലാലേട്ടന്റെ ഒക്കെ കുറേ സിനിമകൾ വന്നു പോയിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഫിക്ഷണൽ, കംപ്ലീറ്റ്ലി ഡ്രമാറ്റിക് ആയിട്ടുള്ള കുറെ മൂമെന്റ്സ് വരുന്ന ഒരു സിനിമ, അത്രേ ഉള്ളൂ ഇത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ സിനിമയിൽ ഒന്നുമില്ല ഇതിനകത്ത്. പിന്നെ ഇതിനകത്ത് ടൊവിനോന്റെ പെർഫോമൻസും, ടൊവിനോനെ കാണാൻ കുറച്ചൊരു ഭംഗി, ടൊവിനോ എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഒരു രസമായിട്ട് അതിനകത്ത് ഉണ്ടായിരുന്നുവെങ്കിലും ടൊവിനോക്ക് തന്നെ ഒന്നും ചെയ്യാനില്ല. അതായത് ഒരു നാടിന്റെ രക്ഷകനായിട്ട് ടൊവിനോ വരുന്നതും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നതും ടൊവിനോ ആ നാടിന്റെ രക്ഷകനായിട്ട് മാറുകയും ഒക്കെ ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് കഥയാണിത്. ഇതിന് ട്രെയിലർ കണ്ടാൽ കാണുന്ന കുറെ സെറ്റിങ്ങുകളും കുറെ പരിപാടികളും ഉണ്ടല്ലോ, അത് തന്നെ. അതായത് കേരള സംസ്ഥാന രൂപീകരിച്ചതിന് ശേഷം ആദ്യത്തെ EMS നമ്പൂതിരിപ്പാടിന്റെ മന്ത്രിസഭ വരുന്ന ആ കാലഘട്ടമാണത്. വിമോചന സമരമൊക്കെ നടക്കുന്ന ആ സമയം. അപ്പൊ അതിനകത്തോട്ട് ഒരു പുതിയ ഇവരുടെ ഒരു ഫിക്ഷണൽ എലിമെന്റ് അങ്ങ് കയറ്റി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് ബേസിക്കലി പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ടൊവിനോന്റെ ഒരു അപ്പിയറൻസും ഗെറ്റപ്പൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും പുള്ളി ഒരു ഇടിയനാണ്, ഒരു ഇടിയൻ ചട്ടമ്പിയാണ് ആള് എന്നുള്ള സാധനം. പക്ഷേ ഇതിനകത്ത് വരുന്ന ഫൈറ്റുകൾക്കൊന്നും ഒരു പഞ്ചുമില്ല. അതായത് വെറുതെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടിടുന്നു, അവിടെ നിന്ന് എടുക്കുന്നു, പിന്നെ ഇവിടെ ഇടുന്നു, ഇങ്ങനെ അലറി എന്താണ് പാഞ്ഞെടുക്കുന്നു പോലെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഫൈറ്റിനൊന്നും ഒരു പഞ്ചില്ല, നമുക്കത് ഫീൽ ചെയ്യുന്നില്ല ഫൈറ്റ്. അതായത് ചട്ടമ്പി ആദ്യം വന്നിട്ടുണ്ടാവുന്ന ഫൈറ്റിന് പോലും നമുക്ക് അങ്ങനെ ഒരു ഫീല് കിട്ടുന്നില്ല. ക്ലൈമാക്സിൽ നമുക്ക് അങ്ങനെ ഒരു ഫീല് കിട്ടുന്നില്ല എന്നുള്ളതാണ്. പിന്നെ എനിക്ക് ഭയങ്കര ഒരു ക്രിഞ്ച് സാധനമായിട്ട് തോന്നിയ സാധനം എന്താണെന്ന് പറയുക, ഈ കുട്ടികളെ വെച്ചിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ. അതായത് കുട്ടികളിങ്ങനെ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് അയ്യോ പോവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളുടെ പേഴ്സ്പെക്ട്, അങ്ങനത്തെ ഒരു സാധനം. ഇത് ഭയങ്കര എന്താ പറയുക അപരാധ സാധനമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ സിനിമക്കകത്ത് ഭയങ്കര ക്രിഞ്ചായിരുന്നു അത് കാണാൻ. ഈ സെയിം സാധനത്തിന് മറ്റേ ചിന്താവിഷ്ടയായ ശ്യാമളയില് ശ്രീനിവാസൻ ട്രോളിയിട്ടുണ്ട് ഇതിനകത്ത്. അയ്യോ അച്ഛാ പോവല്ലേ, അയ്യോ ചട്ടമ്പി പോവല്ലേ, അയ്യോ ചട്ടമ്പി പോവല്ലേ എന്നുള്ള കൈൻഡ് ഓഫ് സാധനം ഒക്കെ ഇതിനകത്ത് കുറെ സ്ഥലത്ത് വരുന്നുണ്ട്. അതായത് ഈ കുട്ടികളെ ഉപയോഗിച്ചിട്ട് ആ ഒരു ഇമോഷണൽ കണക്റ്റിനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി ഇവരെ ഇതിനകത്ത് ശ്രമിച്ചേക്കുന്നത്. പക്ഷെ അത് ഇമോഷണൽ കണക്റ്റ് പോയിട്ട് ഒരു തരത്തിലുള്ള കണക്റ്റും അതാവുന്നില്ല. പേഴ്സണലിയാണ് സംസാരിക്കുന്നത്. പേഴ്സണലി എനിക്കത് അങ്ങനെ കിട്ടിയതേ ഇല്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഇതിന് മുന്നേ ഇറങ്ങിയിട്ടുള്ള വാഴ 2 ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇത് ഭരതനാട്യം 2 മോഹിനിയാട്ടാണെന്നുണ്ടെങ്കിലും ഇതിനോടൊന്നും നമുക്ക് ഈ പടങ്ങളൊക്കെ ഇതിനേക്കാൾ നല്ല ബെറ്റർ പടങ്ങളായിട്ട് എനിക്ക് തോന്നി. ഈ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമകളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നൊരു സിനിമ. പിന്നെ ഇതിനകത്തുള്ള വിഷ്വൽസ് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ക്യാമറ വർക്കും എഡിറ്റിങ്ങും രസമുണ്ട് ഇതിനകത്ത് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ സെറ്റിംഗ് ആണ്. അതായത് ആർട്ട് ഡിപ്പാർട്ട്മെന്റും അത്യാവശ്യം നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. കാരണം 1957 എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തിനെ സെറ്റ് ചെയ്തെടുക്കണമല്ലോ. ഇപ്പോൾ വണ്ടിയാണെന്നുണ്ടെങ്കിലും റോഡാണെന്നുണ്ടെങ്കിലും എല്ലാം ആ ഒരു കാലഘട്ടത്തിനെ അവർ സെറ്റ് ചെയ്തെടുക്കണമല്ലോ. അത് ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു. നമുക്കിങ്ങനെ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് തോന്നൂല. ഏതെങ്കിലും ഒരു മരക്കുറ്റി വെച്ച് അതിൻ്റെ മേലെ 4 വൈക്കോലും കുറച്ച് മറ്റേ തടകും എല്ലാം കൂടെ തകടും കൂടെ വലിച്ചു കെട്ടിയിട്ടുള്ള പരിപാടിയായിട്ടൊന്നും നമുക്ക് തോന്നൂല. കുറച്ചും കൂടെ കൺവിൻസിങ് ആണ് സാധനങ്ങൾ സെറ്റ് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ കുറച്ച്
പൊളിറ്റിക്കൽ സാധനം കൂടെ സംസാരിക്കുന്നുണ്ട്. അതും തന്നെ കുറച്ച് ഫീഡിങ് പൊളിറ്റിക്സ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ എന്ന് പറഞ്ഞാൽ വിമോചന സമരത്തിന്റെ ആ കാലഘട്ടത്തിലോട്ട് ഇവർ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ കയറ്റി വെച്ചേക്കുവാണ്. അപ്പൊ അതിനൊരു വിപരീത ഫലം ഉണ്ടാക്കുമോ, പൊളിറ്റിക്കലി വിപരീത ഫലം ഉണ്ടാക്കുമോ എന്നും കൂടെ തോന്നിപ്പോയി. അതിങ്ങനെ ഓപ്പൺ ആയിട്ട് എന്താണ് അവിടെ എന്നുള്ളത് ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അതൊരു സ്പോയിലർ ആയി പോകും. അതുകൊണ്ടാണ് ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറയാത്തത്. നിങ്ങൾ സിനിമ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. മണ്ണ് വെട്ടിപ്പിടിക്കാനും അവിടെയുള്ള ഒരു ജന്മിയും അതിനെതിരെ പള്ളിക്കാര് പടവെട്ടുന്നതും പള്ളിക്കാർക്ക് അവിടെ പള്ളി ഉണ്ടാക്കണം എന്നുള്ളതും ഈ മലയുടെ മുകളിൽ കുരിശ് നാട്ടുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ പൊളിറ്റിക്സും അങ്ങനത്തെ കുറെ സാധനങ്ങളും ഈ സിനിമ ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ഒരു ടിപ്പിക്കൽ പടം, ഒരു സേവിയർ ആയിട്ട് വരുന്ന വിജയിന്റെ പടങ്ങളുണ്ടല്ലോ, ഏകദേശം അങ്ങനത്തെ ഒരു പടം. പിന്നെ ഇതിനകത്തുള്ളത് ടി.ജി. രവിയാണ്. ടി.ജി. രവി പിന്നെ ആസ് യൂഷ്വൽ ഒരു അച്ഛനാണ്. ദൈവത്തിന്റെ മാലാഖയായി അവൻ വരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടി.ജി. രവിയുടെ ആ ഒരു 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 വല്ലാത്ത ഒരു കോമൺ സാധനം ഉണ്ടല്ലോ, അത് പുള്ളി അതേപോലെ തന്നെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ എനിക്ക് ഭയങ്കര മിസ്കാസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ആരാന്ന് പറയുക, ഇതിനകത്തുള്ള നായികയാണ്. അതായത് നായികേനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും നായികേനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ട് നായികനെ കാണിക്കുമ്പോഴുള്ള നായികയും തമ്മിൽ അങ്ങ് മാച്ച് ആവുന്നില്ല. ഇങ്ങനെ ഒരു സെറ്റപ്പിലോട്ട് ഇങ്ങനെ ഒരു കഥാപാത്രമായിട്ട് ആ ആളെ പ്ലേസ് ചെയ്തത്, കാസ്റ്റ് ചെയ്തത് എനിക്ക് ഒരു മിസ്കാസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം മലയാളത്തിൽ അങ്ങനത്തെ റോളുകൾ ചെയ്തെടുക്കാൻ പറ്റുന്ന വേറെ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ കുറെ ഓപ്ഷൻസ് അവിടെ ഉണ്ടായിരിക്കെ എന്തുകൊണ്ട് ഇവരിലോട്ട് പോയി എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടായി ഇതിനകത്ത് എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ കാട്ടുചമ്പകം പൂത്തില്ല എന്ന് പറഞ്ഞ ആ പാട്ടും അതൊക്കെ ഒരു രസം ഉണ്ടായിരുന്നു സിനിമയിൽ കാണുന്ന സമയത്ത്. പിന്നെ ഇതിനകത്തൊരു സർപ്രൈസ് സാധനമുണ്ട്. ഈ സിനിമ കാണുന്ന സമയത്ത് ആകെ വേർത്തായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആ സർപ്രൈസ് എലമെന്റ് ആണ്. അതൊരു വല്ലാത്ത സർപ്രൈസ് തന്നെ ആയിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഈ സർപ്രൈസ് എലമെന്റ് എന്താ നിങ്ങൾക്ക് അറിയാണ്ടാണ് നിങ്ങൾ ഈ തിയേറ്ററിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഏരിയ വരുന്ന സമയത്ത് കുറച്ച് സർപ്രൈസ്ഡ് ആവാൻ വേണ്ടിയിട്ട് ആവാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ പടം പ്രോപ്പർലി എൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻഡ് പടത്തിനില്ല. എന്നാ നമുക്കറിയാലോ, നമ്മളിങ്ങനെ എന്താ പറയാ നേർച്ചക്കോടിയാക്കി വെച്ചിട്ടുള്ള വില്ലനും ആ കൈൻഡ് ഓഫ് സാധനങ്ങളുണ്ടല്ലോ, എന്തായാലും വില്ലൻ അവസാനം പോയി അറക്കാൻ പോവുകയാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പോലീസ് ഓഫീസർ ആയിട്ടുള്ള ഒരു വില്ലനും അതല്ലാതെ വേറൊരു കൈൻഡ് ഓഫ് സെറ്റിംഗ് കൂടെ ഇതിനകത്തുണ്ട്. അതിന് പക്ഷെ ഒരു കൺക്ലൂഷൻ വന്നിട്ടില്ല. എന്നാൽ സെക്കൻഡ് പാർട്ടിലോട്ടുള്ള ഒരു ലീഡ് എന്നും പറഞ്ഞിട്ട് സാധനങ്ങളൊന്നും വെച്ചിട്ടുമില്ല. സെക്കൻഡ് പാർട്ട് ഉണ്ടാവാൻ സാധ്യത ഇല്ല ഈ ഒരു പടത്തിന്, അങ്ങനെ വെച്ചിട്ടില്ല. പക്ഷെ ഇതോടുകൂടെ അവസാനിക്കുക തന്നെ ആയിരിക്കും. ഇപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ഒരു സിനിമ ഇങ്ങനെ അവിടെയും ഇവിടെയും എന്തൊക്കെയോ ഒരു ഇമോഷണലി പ്രേക്ഷകനുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ പല തരത്തിൽ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ശ്രമങ്ങളെല്ലാം പാളിപ്പോയ പോലെയാണ് എനിക്ക് തോന്നുന്നതെന്നുള്ളതാണ്. പിന്നെ എഡിറ്റിങ് നല്ല രസമുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഇതിന്റെ ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് വരുന്ന സ്ഥലത്തെ അവിടെയൊക്കെ ഇവര് ചെയ്തേക്കുന്ന ആ ഫൈറ്റിന്റെ ഇടിക്കൊന്നും ഒരു പഞ്ചും അതിനൊരു ഫീലൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും അത് എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ കുറച്ചും കൂടെ രസമുണ്ടായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയാ, കുറെ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇങ്ങനെ ഒരു 5-6 ആൾക്കാർ അപ്പുറത്ത് നിൽക്കുന്നു, ഒരാൾ ഇപ്പുറത്ത് നിന്നിട്ട് ഇങ്ങനെ ഇത്രയും ആൾക്കാരെ ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ട് പോകുന്ന അത്രയും ശക്തനായിട്ടുള്ള, ഇതൊക്കെ എന്ന് കാലം കഴിഞ്ഞു പോയ കാര്യമാണ്. അതൊക്കെ ഇപ്പോഴും സിനിമയിൽ ഉപയോഗിക്കുക നമുക്കതൊന്നും ഒരു ഫീല് തരുന്നില്ല സത്യം പറയാലോ. അതൊന്നും നമുക്കൊരു സൂപ്പർ ഹീറോ പരിവേഷൻ അയാളിലേക്ക് കൊടുക്കാൻ അങ്ങനത്തെ സാധനം കിട്ടുന്നില്ല. അതൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ ഒരു റിയലിസ്റ്റിക് സാധനത്തിൽ പിടിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഇത് നന്നായേനെ എന്നൊരു തോന്നലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിനിമ ഒരു തിയേറ്ററിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫാമിലിക്കൊക്കെ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു സിനിമ ആയിട്ടാണ് എനിക്ക് ഈ പള്ളിച്ചട്ടമ്പിന്ന് തോന്നിയത്. അങ്ങനെ ഭയങ്കര ഭീകര സാധനമായിട്ടൊന്നും തോന്നിയില്ല. എനിക്ക് തോന്നുന്നു ടൊവിനോന്റെ അത്ര ഒരു തെളിച്ചം ഇല്ലാത്ത ഒരു വിഷുവരവായി പോയി പള്ളിച്ചട്ടമ്പി എന്നാണ് എനിക്ക് തോന്നിയത്.